ഹേയ് എൻ്റർപ്രണർ ഫ്രണ്ട്സ്, എൻ്റർപ്രണർ ഹെൽപ്പ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഇവിടെ സൃഷ്ടി സൊല്യൂഷൻസ് ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും നിങ്ങളോടൊപ്പം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആണ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പുതിയ മാറ്റങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നത് എത്ര വലിയ ചലഞ്ചാണെന്ന് നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രാവൽ ബിസിനസ് നടത്തുന്ന ഒരു ചേട്ടനെ കാണാൻ പോയിരുന്നു. നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ സൊല്യൂഷനുകൾ എത്രത്തോളം പ്രധാനമാണ്, ഇത് എങ്ങനെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിക്കും എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കാനായിരുന്നു ഞാൻ പോയത്. പക്ഷേ എന്താ പറയുക, ആദ്യം പുള്ളിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അയ്യോ, ഇതൊക്കെ എന്തിനാ, ഞങ്ങൾ ഇതുവരെ ഇങ്ങനെയാണല്ലോ ചെയ്തത് എന്ന മട്ടിലൊരു മറുപടി. സത്യം പറഞ്ഞാൽ പുതിയ മാറ്റങ്ങളോട് ആളുകൾ കാണിക്കുന്ന ഒരു സാധാരണ റെസിസ്റ്റൻസ്. എന്നാൽ നമ്മൾ വിട്ടുകൊടുത്തില്ല കേട്ടോ. നല്ല ക്ഷമയോടെ അവരുടെ ബിസിനസ്സിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, ഇതിലൂടെ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി. ഉദാഹരണത്തിന്, കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്താം, സമയം എങ്ങനെ ലാഭിക്കാം, പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാം എന്നൊക്കെയുള്ള പ്രായോഗികമായ കാര്യങ്ങൾ. നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ ക്ലയൻറ്റിന് എന്ത് ഗുണം കിട്ടും എന്നതിലാണ് അവർക്ക് കാര്യം. അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും അതിനനുസരിച്ചുള്ള കിടിലൻ സൊല്യൂഷൻസ് കൊടുക്കാനും ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഈ ഡിസ്കഷനൊടുവിൽ ഞങ്ങളുടെ ആത്മാർത്ഥതയും ഞങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷൻസിൻ്റെ പവറും അവർക്ക് മനസ്സിലായി. ശരി, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്, ഇതൊരു മാറ്റം ആവശ്യമാണ് എന്നവർ പറഞ്ഞു. പക്ഷേ ഒരു ചെറിയ കണ്ടീഷൻ വെച്ചു. ഇതൊരു വലിയ മാറ്റമായതുകൊണ്ട് കാര്യങ്ങൾ സെറ്റാവാൻ മിനിമം 2 മാസത്തെ സമയം വേണ്ടിവരും. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റി, കാരണം ഒരു നല്ല മാറ്റത്തിന് സമയമെടുക്കുമല്ലോ. അവർ ഫുൾ ഉറപ്പും നൽകി. ഈ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചത് ചില ഗോൾഡൻ റൂൾസാണ്. 1, ഏതൊരു മാറ്റത്തെയും ആദ്യം ആളുകളെ എതിർക്കും, അത് സ്വാഭാവികം. 2, ക്ഷമയോടെയും വ്യക്തതയോടെയും നമ്മുടെ സൊല്യൂഷൻ്റെ യഥാർത്ഥ വാല്യൂ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. 3, ഒരു വലിയ മാറ്റത്തിന് സമയമെടുക്കും, ആ സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. 4, കൊടുക്കുന്ന വാക്കിന് ഉറപ്പുണ്ടായിരിക്കണം. ബിസിനസ്സിൽ ട്രസ്റ്റ് വളർത്താൻ ഇത് സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബിസിനസ്സിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവാം. ഓർക്കുക, ഓരോ ചാലഞ്ചും ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് ഗൈസ്.